എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത്. പുറപ്പാട് പുസ്തകം വായന 9-ാം അധ്യായം 16-ാം തിരുവചനം. ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ലഭിക്കും വരെ നിങ്ങൾ ജെറുസലേമിൽ തന്നെ പാർക്കുവിൻ എന്ന് ഉപദേശിക്കുകയാണ് മിശിഹ. തൻ്റെ പ്രിയ ശിഷ്യരെ സ്വർഗത്തിൽ നിന്നും ശക്തി ലഭിക്കുന്നതിനെക്കുറിച്ചുള്ള സുന്ദരമായ സൂചനകൾ തന്നെയാണ് കർത്തൃമൊഴിയിലുള്ളത്. ഈ ശക്തി സ്വന്തമാക്കിയവരെക്കുറിച്ചുള്ള വിവരങ്ങൾ സുവിശേഷത്തിൽ നൽകുന്നുണ്ട്. ഉന്നതങ്ങളിൽ നിന്ന് ശക്തി സ്വന്തമാക്കിയവളെക്കുറിച്ച് വായിക്കുന്നത് ലൂക്കാ സുവിശേഷത്തിലാണ്. ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു എന്ന് ഒരു യഹൂദ പെൺകുടി ഉച്ചത്തിൽ ഏറ്റുപാടുന്നത് കേൾക്കുന്നില്ലേ? അവൾ ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ലഭിച്ചതിനെക്കുറിച്ചാണ് പ്രഘോഷിക്കുന്നത്. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് എൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. സകല തലമുറകളും അവളെ ഭാഗ്യവതി എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം ഈ ഉന്നതമായ ശക്തി അവൾ നേടിയെടുത്തതുകൊണ്ടാണ്. പരിശുദ്ധ അമ്മയെ നെഞ്ചിലേറ്റുന്നവർക്കും ഇതേ ശക്തി ലഭിക്കുമെന്നതിന് നേർസാക്ഷ്യം ആവുന്നുണ്ട്. പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. വചനവായന എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു, ബൈ.